ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവനയിൽ അതേ വേദിയിൽ മറുപടി നൽകിയിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സനാതനധർമ്മപ്രകാരം എന്തിലും ഏതിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുന്നുവെന്നാണ് വേദം പറയുന്നത്. നിർവചിക്കുന്നതിലും അതീതമാണ് ഗുരുദേവനെന്നും വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രശാന്ത് ശങ്കരമംഗലം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, മുഖ്യമന്ത്രി എന്തർത്ഥത്തിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രശ്നവും വോട്ട് ബാങ്ക് തന്നെയാണ്. വിവരങ്ങൾ. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് സനാതനധർമ്മത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടായത്. അതായത് ധർമ്മത്തെ, ശ്രീനാരായണ ധർമ്മത്തെ പറയുമ്പോൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടല്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതായത് ഗുരുദേവൻ വിഭാവനം ചെയ്ത ധർമ്മം മറ്റൊരു ധർമ്മമാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മാത്രമല്ല, ഇത്തരം സനാതന ധർമ്മങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെയും, ഭാരതീയമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെയും മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ചെന്നെത്തിയത്. നമുക്കറിയാം, പലപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പെരുമാറാറുള്ളത്. ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും അവഹേളിച്ച് സംസാരിക്കുന്ന സമീപനമാണ് നേരത്തെയും പലതവണ പല വേദികളിലെല്ലാം മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിന് സമാനമായ സാഹചര്യം, സമാനമായ രീതിയിൽ തന്നെയാണ് ശിവഗിരിയിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. നമുക്കറിയാം, ഗുരുദേവനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികളിൽ എടുത്താലും അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച പ്രതിഷ്ഠകളെല്ലാം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. ഓരോ കൃതിയിലും ഈശ്വരീയതയും അതുപോലെ തന്നെ ദൈവികതയും നിറഞ്ഞു നിൽക്കുന്ന കൃതികളാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. സനാതന ധർമ്മത്തെ ഉയർത്തിക്കാട്ടുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് ആ ധർമ്മത്തിനുള്ളിലുണ്ടായിരുന്ന ചില പ്രവൃത്തികളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഗുരുദേവന്റെ പ്രവൃത്തികളും ചര്യകളും ദിനചര്യകളും അടക്കം ഹൈന്ദവ ധർമ്മ വിശ്വാസങ്ങൾക്കും വിശ്വാസ സംഹിതകൾക്കും അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു നീങ്ങിയതെന്ന് ഇരിക്കുകയാണ്. അത് അത്തരത്തിലുള്ള ഹൈന്ദവ ധർമാനുഷ്ഠാനങ്ങളിലും സനാതന ധർമ്മങ്ങളിലും നിന്നുള്ള രീതിയിലാണ് ഗുരുദേവന്റെ പ്രവൃത്തിയെങ്കിൽ അതിനെ തികച്ചും വക്രീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ പ്രസംഗിക്കുന്നത്. ആ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മഹാഭാരതവുമായി എല്ലാം എടുത്തുകൊണ്ടുള്ള ധർമ്മത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആ മഹാഭാരതത്തിലടക്കം ധർമ്മത്തെ വ്യാഖ്യാനിക്കുന്ന രീതികളെ എല്ലാം വക്രീകരിക്കുന്ന ഒരു സമീപനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ അതേ വേദിയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വിവരങ്ങളാണ് പ്രശാന്ത് പങ്കുവച്ചത്.